പാട്ടുപാടും സുഹൃത്തിൽ വരുവനായ ദൈവം ഞങ്ങളെ സഹായിച്ച അവൻ കൃപക്കാലം നമ്മയോട് സ്തുതിക്കുന്നു. സ്തോത്രം. സന്ധ്യാസമയത്ത് ആമേ ഹാലിന്റെ സൂപ്പർമാർക്കറ്റ് നമ്മയോട് സ്തുതിക്കുന്നു. ആലയിൽ വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ സ്നേഹത്തിലും പ്രയർ ഫാമിലി നമുക്ക് ഒരുമിച്ച് ഹാലിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആമേ ഊർജ്ജം ചെലുത്തുന്നവരായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് രാത്രികാലം ഊർജ്ജം ചെലുത്തുന്നവരായി തീരുവാൻ വേണ്ടി ദൈവം സഹായിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കപ്പെടാവേ. അനുഗ്രഹവാൻ നല്ല രാത്രിക്കാരൻ നമ്മോട് സ്തുതിക്കുന്നു. സ്തോത്രം. നീരുമായ പാൽക്കാലം അടികളെ വിട്ട് കടന്നു കാലിന് മണിക്കൂർ കണ്ടെത്തുവായിരുന്നു സങ്കടയാമ മാറ്റപ്പെട്ടപ്പോ അനേക രോഗികളാൽ ദുഃഖിതരായ സമാധാനമില്ല സന്തോഷമില്ലാതെ ആയിരിക്കുമ്പോ അനേക പ്രിയപ്പെട്ട രോഗക്കടക്കിലായിരിക്കുമ്പോൾ കർത്താവേ രാത്രിക്കാലം കർത്താവേ സ്നേഹത്തിലും പ്രയർ ഫാമിലിയായി ഞങ്ങൾ കുടുംബമായി കർത്താവ് രാത്രിക്കാലം ഞങ്ങളുടെ പാതകത്തിലേക്ക് അടുത്തിരുക. സ്വർഗത്തിൽ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന വൻകുറുകൾക്കാർ നമ്മോട് സ്തുതിയും സ്തോത്രം. ഈ രാത്രിക്കാലം കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ട വർത്തക്കാലത്തിലേക്ക് പ്രാർത്ഥിക്കും. കർത്താവ് വിദേശത്ത് സ്വദേശമായിരിക്കുന്ന കർത്താവ് എങ്ങും എല്ലാവർക്കും ഒരുമിച്ച് ഈ രാത്രികാലം കർത്താവ് ഒന്നിച്ചായിരിക്കും കർത്താവ് കൃപ ചെയ്യുന്ന വൻകുറുകൾക്കാർ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഈ രാത്രികാലം കർത്താവ് വചന ശുശ്രൂഷിക്കാൻ എൻ്റെ ദാസനവർക്ക് ശക്തിയും ബലപ്പെടുന്ന വേറെ കൃപയാന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആലില കർത്താവ് പ്രാർത്ഥന ഊർജ്ജം ചെലുത്തുന്നവരായി തീരുക. വചന ശുശ്രൂഷ ഊർജ്ജം ചെലുത്തുവാൻ കർത്താവെ ഒരു കൃപയുമാറാണ് ശക്തമായ നിന്റെ ദാസനെ അവിടുന്ന് കരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥി. ഈ രാത്രികാലം അനേക രോഗികൾ സൗഖ്യമാകുക. പാപികൾ കർത്താവെ അല്ലല്ലോ കർത്താവിനെ അവർ പിൻമാറ്റക്കാർ അടങ്ങി വരിക. പാപികൾ മാനസാന്തരപ്പെടുക. രോഗികൾ സൗഖ്യമാകുക. എല്ലാം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രൂശിന്റെ മറിഞ്ഞ് സംസാരിക്കുന്ന നിന്റെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഈ രാത്രിക്കാലം കൂടിയിരുന്ന് സഹായിക്കുന്നത് അനേക രാജ്യങ്ങളെ അല്ലെങ്കിൽ അനേക പ്രിയപ്പെട്ടവരിലേക്ക് ഇത് എത്തുവാൻ കർത്താവെ സഹായിക്കുക. അനേക ആയിരങ്ങൾ വിടിവിക്കപ്പെടുക. കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തോട് കൂടി സഹായിക്കണം. ആദ്യ സന്ധിമേൽ കൂടി സഹായിക്കും. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മഹൽ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സമയഭേദം കൂടാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. പകലിൻ്റെ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ആയിരുന്നെടുത്ത് അനുഭവിച്ചറിയുവാൻ ദൈവം കൃപ ചെയ്തു. എത്രയോ പ്രിയപ്പെട്ടവർ ആമേൻ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും നെടുവീർപ്പിലും ആയിരിക്കുമ്പോൾ ആമേൻ ഭാരമുണ്ടായിരുന്നെങ്കിലും വേദന ഉണ്ടായിരുന്നെങ്കിലും നിരാശ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ഹല്ലേലൂയ. എല്ലാ ദൈവത്തിൻ്റെ നല്ല ദാനങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആമേൻ ഊർജം ചൊലുത്തുക, ഊർജമുള്ളവരായിരിക്കുക എന്ന സന്ദേശവുമായി സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ നിങ്ങളോടൊപ്പം ഈ രാത്രി അല്പസമയം പ്രാർത്ഥിപ്പാനും ആമേൻ ദൈവവചനം ധ്യാനിപ്പാനുമായിട്ട് സമയങ്ങളെ വേർതിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. സംഭവ ബഹുലങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു പകല് നമ്മളെ വിട്ട് കടന്നുപോയല്ലോ. കണ്ണുനീരും ദുഃഖവും നിരാശയും എവിടെ നോക്കിയാലും ആമേൻ. അത് മാധ്യമ പേപ്പർ എടുത്ത് നോക്കിയാൽ, TV തുറന്നാൽ, ആമേൻ മൊബൈൽ ആമേൻ അത് തുറന്നാൽ അവിടെയെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മെ കരയിപ്പിക്കുന്ന ആമേൻ സംഭവങ്ങളാണ് അനുദിനം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ എല്ലാം നടുവിൽ ആമേൻ പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആമേൻ പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും കൂടെ ആയിരിക്കുന്നല്ലോ. ഇന്ന് രാത്രിയിലും ആമേൻ അത്
പ്രതിദിനം എന്നതുപോലെ സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ദൈവവചനവുമായി നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായ എല്ലാവരുടെയും ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായി സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകിയത്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആമേൻ അതെ ഊർജം ചൊലുത്തുക എന്നുള്ള ആമേൻ ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ധ്യാനിപ്പാനായിട്ട് പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസല്ലോ. എവിടെ നോക്കിയാലും രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ആമേൻ രോഗികൾ കാരണം ആമേൻ തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ വയ്യാത്ത നിലവാരത്തിലേക്ക് രോഗികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. കോവിഡ് ആമേൻ മഹാമാരി നിമിത്തം ആമേൻ ഒരു കൂട്ടര് ഭാരപ്പെടുമ്പോൾ മറുഭാഗത്ത് മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളാൽ വ്യാധികളാൽ വ്യാകുലപ്പെടുന്നവരുണ്ട്. അതുകൂടാതെ മറ്റ് പല രോഗങ്ങളുമായി ആമേൻ കഴിയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ രോഗികളായി ഭാരപ്പെടുന്നവരോടുള്ള ബന്ധത്തിൽ സത്യവേദ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ചിരി വരും. രോഗം മാറാൻ മരുന്ന് കഴിക്കേണ്ടതിന് പകരം പ്രാർത്ഥിച്ചാൽ രോഗം മാറുമോ? ഈ രോഗം എന്ന് പറയുന്നത് ആമേൻ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ ചോദിക്കും, എപ്പോൾ തുടങ്ങി, എങ്ങനെയാണ് സംഭവിച്ചത്? ആമേൻ രോഗി പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തിയാണ് ആമേൻ ഡോക്ടേഴ്സ് അവർ പഠിച്ച മാനദണ്ഡം വെച്ച് അവരെ ചികിത്സിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ നിങ്ങളിൽ ആമേൻ രോഗികളായി ഭാരപ്പെടുന്നവർ ആമേൻ അതെ സൗഖ്യം പ്രാപിക്കുവാൻ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ എന്ന് സത്യവേദ പുസ്തകത്തിനകത്ത് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ഉദ്ധരണികൾ എടുത്ത് ഇന്ന് രാത്രി ശ്രോതാക്കളോട് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രോഗവും പാപവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. ആമേൻ. ഒരു മനുഷ്യൻ രോഗിയായി മാറ്റപ്പെടുന്നതിൻ്റെ ആമേൻ പുറകിൽ ആമേൻ ഉള്ള ഒരു കാരണം പാപമാകുന്നുവെന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം. നമുക്കറിയാം ആമേൻ പാല് ശരീരത്തിന് ആമേൻ എനർജറ്റിക്കായി ആമേൻ അതെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു പാനീയമാണ്. എഗ്ഗ് മുട്ട ആമേൻ ഒരു മനുഷ്യന് പോഷക ആഹാരമാണ്. ആമേൻ. അതുപോലെ പോഷകങ്ങൾ അടങ്ങിയ അനേക ദ്രാവക രൂപത്തിലുള്ള ഖരരൂപത്തിലുള്ള ആമേൻ അതെ ഫലരൂപത്തിലുള്ള പഴരൂപത്തിലുള്ള അനേക ആഹാര പദാർത്ഥങ്ങൾ ആമേൻ ഭൂമിയിൽ ആമേൻ അതെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ആഹാരമായി കഴിക്കുവാൻ. എന്നാൽ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ആമേൻ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. മദ്യപാനം, പുകവലി ആമേൻ അതുപോലെ ആമേൻ മനുഷ്യന് ലഹരി പദാർത്ഥങ്ങൾ ആമേൻ ഇന്ന് ലോകത്തിൽ എവിടെയും സുലഭമായി കിട്ടുന്നുണ്ട്. ആമേൻ ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിന് ഹാനി വരുത്തുന്നതാണ്. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യം വരുന്നത് എന്തും അവന് കഴിക്കുവാൻ ആമേൻ സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ ആമേൻ അവന് സ്വാതന്ത്ര്യമില്ലാത്തതും അവൻ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. ആമേൻ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരുന്നതിൻ്റെ ആമേൻ കാരണങ്ങൾ ആമേൻ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ മറ്റു ആധുനിക
സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അനേക ബോധവൽക്കരണ ക്ലാസ്സുകളുമായി ആമേൻ ജനത്തെ ആമേൻ സ്വാധീനിച്ച് ആമേൻ അവരെ ബോധവൽക്കരിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ്? ആമേൻ പരിസ്ഥിതി അതെ സൂക്ഷിക്കണം, പ്ലാസ്റ്റിക് കത്തിക്കരുത്, ആമേൻ അതെ വൃത്തിഹീനമായി ആമേൻ സമൂഹം ആമേൻ വൃത്തിയുള്ളവരായി ആമേൻ ജീവിക്കണം, ഇല്ലെങ്കിൽ പകർച്ചവ്യാധികൾ പോലുള്ള രോഗങ്ങൾ പിടിപെടുമെന്ന് ആമേൻ ഗവൺമെന്റ് ആമേൻ അതെ നിർദ്ദേശിച്ച് ആമേൻ ഇന്ന് പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഒക്കെ ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യന് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത നിലയിലുള്ള പകർച്ചവ്യാധികളും രോഗങ്ങളും ഒക്കെ വന്നു ആമേൻ മനുഷ്യൻ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ മനുഷ്യൻ രോഗിയായി മാറുന്നതിൻ്റെ ഒരു കാരണം പാപമാകുന്നുവെന്ന് സത്യവേദപുസ്തകം പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നവരുണ്ടാകാം, അതിനെ വിശ്വസിക്കുന്നവരുമുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി അതെ രോഗികളായിരിക്കുന്നവർ ആമേൻ അവർ സൗഖ്യമാകുവാൻ ആമേൻ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഉലകത്തിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തോട് ആമേൻ സംഭാഷിക്കുന്ന സംഭാഷണമാ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പനും മക്കളും തമ്മിൽ ആമേൻ കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നത് പോലെ ആമേൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവവും ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ആമേൻ അതെ നിർമ്മലീകരിക്കപ്പെട്ടവനായി വിശുദ്ധനായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ ദൈവം മുമ്പാകെ അവന്റെ സങ്കടങ്ങളെ പങ്കുവെക്കുന്ന അവന്റെ ആവശ്യങ്ങളെ അറിയിക്കുന്ന ആമേൻ അതെ ആ മേഖലയാണ് അല്ലെങ്കിൽ ആ വസ്തുതയാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒന്ന്, രോഗവുമായി പാപം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആമേൻ ആ പാപത്തെ ആമേൻ അതെ പരിഹരിക്കുവാനായി ദൈവപുത്രനായി ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ള സത്യം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി നീതിമാനായി മാറുകയും ആ നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലമുള്ളതാകുന്നുവെന്നും ആമേൻ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായി കഴിയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം ചെവിക്കൊണ്ട് അതിന് മറുപടി നൽകുമെന്ന് ഈ സന്ദേശത്തിലൂടെ ആമേൻ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. ആമേൻ. നമ്മുടെ സമീപത്ത്, നമ്മുടെ ചുറ്റുപാടില്, നമ്മുടെ രാജ്യങ്ങളില് അനേകര് രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലുമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ രോഗികൾ സൗഖ്യമാകുമെന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ സുഖം പ്രാപിക്കാനായി നിങ്ങളുടെ തെറ്റുകൾ പരസ്പരം ഏറ്റുപറയുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത നിലയിൽ ആമേൻ സമ്പർക്കത്തിലൂടെ മഹാമാരി എന്ന് പറയുന്ന COVID-19 അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമേൻ രണ്ടുപേർ ഐക്യതപ്പെട്ട് ആമേൻ ഭൂമിയിൽ ഒരുമനപ്പെട്ട് ആമേൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? സൗഖ്യം വരും. ഹല്ലേലൂയ. ആമേൻ. രോഗം സൗഖ്യമാകും. ഇന്ന് രാത്രി ആമേൻ രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ഐക്യതയോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ അവരുടെ ഇടയിലുള്ള ക്രമക്കേടുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ രോഗികൾ സൗഖ്യമാകുമെന്നുള്ള ആ വചനം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, നീതിമാന്റെ ഫലപ്രദമായ തീക്ഷ്ണമായ പ്രാർത്ഥന വളരെ അധികം എന്ത് ചെയ്യുന്നു? പ്രയോജനപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, ലോകത്തിൽ അനേകര് പണമുണ്ടായിട്ടും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആമേൻ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നിടത്ത് ആമേൻ സൗഖ്യം ആമേൻ അതെ നൽകാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയമുള്ളവരെ
പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ആമേൻ അതെ ചിലതിനെ സൃഷ്ടിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ നീതിമാന്റെ പ്രാർത്ഥനയാണ് വളരെ ഫലമുള്ളത്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. ആമേൻ നിങ്ങൾ സുഖം പ്രാപിക്കാനായി ആമേൻ നിങ്ങളുടെ തെറ്റുകൾ പരസ്പരം എന്ത് ചെയ്യണം? ഏറ്റുപറയും. ഹല്ലേലൂയ. പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ ആ ക്രമക്കേടൊന്ന് ആമേൻ ഏറ്റുപറഞ്ഞിട്ട്, ആരോടാ ഏറ്റുപറയേണ്ടത്? ഹല്ലേലൂയ. ഏറ്റുപറയുക. ആമേൻ. അതായത് 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആമേൻ അത് 16-ാം വാക്യത്തിൽ ഏറ്റുപറയുക. ആരോടാ ഏറ്റുപറയേണ്ടത്? പുരോഹിതന്മാരോട് ഏറ്റുപറയുന്ന കാര്യമല്ല, തമ്മിൽ ഏറ്റുപറയുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അതെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ചില ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അവർ പരസ്പരം എന്ത് ചെയ്യണം? ഏറ്റുപറയുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ക്രമക്കേടുണ്ടെങ്കിൽ അവർ പരസ്പരം ഏറ്റുപറയുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പനും മക്കളും ഒരുമിച്ച് താമസിക്കുന്നിടത്ത് ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയുവാൻ തയ്യാറാകണം. അയൽവക്കക്കാർ തമ്മിൽ ആമേൻ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയുവാൻ തയ്യാറാകണം. ഒരു കമ്പനിയിൽ ആമേൻ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയിലുള്ള വ്യക്തികളുമായി ക്രമക്കേടുണ്ടെങ്കിൽ അവരുമായി ഏറ്റുപറയുവാൻ തയ്യാറാകണം. ഒരു കമ്മ്യൂണിറ്റിയിൽ വസിക്കുന്ന ആളാണെങ്കിൽ അവിടെ ക്രമക്കേടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇത് വിശ്വാസികളുടെ ഇടയിൽ സർവ്വസാധാരണയായി കാണപ്പെടേണ്ട ആമേൻ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് ആമേൻ ആത്മാവിൽ ആമേൻ നിയോഗം പ്രാപിച്ച് ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇത് എഴുതുകയുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേൻ ലോകപ്രകാരം പാപം ചെയ്ത് ആമേൻ ദൈവമില്ല എന്ന് വിശ്വസിച്ച് ആമേൻ ലോക മോഹങ്ങൾക്ക് അതീതനായി ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ സത്യവേദ പുസ്തകത്തിനകത്ത് പുതിയ നിയമത്തില് ലേഖനം എഴുതിയത്. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു വ്യക്തി രോഗിയായി മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ചില ന്യായമായ കാരണങ്ങളുണ്ട്. ആ ന്യായമായ കാരണങ്ങളെ കണ്ടുപിടിച്ച് പാപം നിമിത്തമാണ് രോഗം നിന്റെ ശരീരത്തെ വിട്ടുമാറാതെ പിന്തുടരുന്നെങ്കിൽ ആമേൻ നിന്റെ ക്രമക്കേടുകളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാമെങ്കിൽ അടിപ്പിണറുകളാൽ സൗഖ്യമാക്കുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആമേൻ നിന്റെ കുടുംബത്തിൽ അതേ ചില രോഗങ്ങൾ സൗഖ്യമാകത്തക്ക വിധത്തിൽ അതിന്റെ ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് അവരിൽ ആരെങ്കിലും രോഗബാധിതരാണെങ്കിൽ ആമേൻ ഇത് സാധ്യമാക്കുന്ന അതേ തുറന്ന മനസ്സും സ്നേഹവും പരസ്പര ധാരണയും അതേ സ്വീകാര്യതയും എല്ലാവരിലും എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരു ക്രൈസ്തവ ജീവിതം ഈ ഭൂമിയിൽ ആമേൻ നയിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്നുള്ള സൗഖ്യം ആമേൻ പ്രാപിക്കുവാനും ഹല്ലേലൂയ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ആമേൻ അനുദിനം നടന്ന് കയറുവാനും തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. സന്തോഷമുള്ളവർ വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ, പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണ്. ആമേൻ. തെറ്റിദ്ധരിക്കരുത്. ആമേൻ. ഇത് നൂതനാണെന്ന് പറഞ്ഞ് മാറിപ്പോകരുത്. തെളിവ് പറയാം. 1 പത്രോസിന് എഴുതിയ ലേഖനം ആമേൻ അതെ 2-ാം അധ്യായം 5 വാക്യം. ആമേൻ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാനും നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആമേൻ ഇന്ന് പകലിലും ആമേൻ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആത്മീയ യാഗമായി അതേ ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: നിങ്ങള് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. നോക്കിക്കേനെ, എൻ്റെ നിങ്ങളുടെയും അവസ്ഥ മാറി, എൻ്റെ നിങ്ങളുടെയും പദവി മാറി, എൻ്റെ നിങ്ങളുടെയും സാഹചര്യം മാറി. കാരണം കരുണാമയനായ ദൈവം തൻ്റെ പുത്രനിലൂടെ ആമേൻ നമ്മെ വീണ്ടെടുത്ത് ആമേൻ ഇരുളിൽ കിടന്ന നമ്മെ ആമേൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ആമേൻ ആ പ്രകാശത്തിലേക്ക് ആമേൻ അതെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്തു. ഓ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രാർത്ഥന ദുർബലവും ഫലപ്രദമല്ലാത്തതുമായ ഒന്നാണ് എന്ന് ആരും എന്ത് ചെയ്യരുത്, ചിന്തിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം നീതിയുള്ളവരെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. ആമേൻ. അപ്പോൾ ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, ആമേൻ, നാം ഭയം കൂടാതെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കൃപ ലഭിച്ചവരാണ്. ആമേൻ. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും ദുഷ്ടനും പാപിയും പരിഹാസിയും ഒക്കെ ആമേൻ പലതിലും അകപ്പെട്ട് സൗഖ്യമില്ലാതെ കണ്ണീരും ദുഃഖവുമായി കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നവർക്ക് രോഗം വരത്തില്ലെന്നല്ല. ആമേൻ. നീതിമാൻ അനർത്ഥങ്ങൾ അസഹ്യമാ, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വചനമയച്ചു സൗഖ്യമാക്കുന്ന ദൈവമാകുന്നുവെന്ന് ആമേൻ കള്ളുകുടിയനോടല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. അതെ, പാപിയോടല്ല പറഞ്ഞത്, പരിഹാസിയോടല്ല പറഞ്ഞത്, സഹോദര രക്ഷിക്കപ്പെട്ട നിന്നോടാ. അമ്മേൻ. അഭിഷക്ത താങ്കളോടാ. അമ്മേൻ. ഹല്ലേലൂയ. ആമേൻ. മാതാവേ, ആമേൻ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സഹോദരി താങ്കളോടാ. ഇന്ന് രാത്രി അവിടുത്തെ അടിപ്പിടരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്നാൽ അത് അനുഭവിക്കുവാൻ കഴിയാതെ നിന്നെയും അത് നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തുന്ന പാപം, ആമേൻ, അത് അവിടുത്തെ രക്തം കൊണ്ട് കഴുകി, അവിടുത്തെ വചനം കൊണ്ട് കഴുകി ഇന്ന് രാത്രി നിന്നെ നിർമ്മല മനസ്സാക്ഷി ഉടമയാക്കി മാറ്റുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉയരത്തിലെ അഭിഷേകം നിന്റെ മേൽ ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. നീതിമാൻ ദൈവവുമായി നല്ല ബന്ധം പുലർത്തുന്നവനും ഹല്ലേലൂയ ദൈവ വഴിയിൽ നടക്കുന്നവനും ആയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവവുമായി വിശ്വാസത്താൽ നല്ല ബന്ധത്തിലായിരിക്കാൻ ദൈവം നമ്മെ നീതിമാനായി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. നീതിമാനായി കണക്കാക്കണം. പ്രൈസ് ദി ലോർഡ്. നാം നീതിമാനാന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ദൈവം മുമ്പാകെ നാം നീതിമാനാണെന്ന് ദൈവം നമ്മളെ കണക്കാക്കണം. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം: അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേൻ. അപ്പോ ദൈവത്തിന്റെ നീതി എന്നിലും നിങ്ങളിലും വെളിപ്പെടുവാൻ വിശ്വാസം ആമേൻ അടിസ്ഥാനമായിരിക്കുന്നു. ആമേൻ. അബ്രഹാമിന് അത് നീതിയായിട്ട് എന്ത് ചെയ്തു? കണക്കിട്ടു. എങ്ങനെയാണ്? ഊരിൽ ഉരിയാടാത്ത ബിംബത്തെ വാർത്തുണ്ടാക്കി ഭജിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന അബ്രഹാം അശരീരിയിൽ നിന്ന് കേട്ട ദൈവശബ്ദത്തിന് കാതോർത്ത് അബ്രഹാമേ എന്നുള്ള വിളി കേട്ട് ഇറങ്ങി തിരിച്ചവൻ ആമേൻ വിടേണ്ടതിനെ വിട്ട് ചുവടുകളെ വെച്ചപ്പോൾ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും മഹത്വവും ആമേൻ പ്രതിഫലവുമായവൻ പരിചയായവൻ അതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും അതെ വിടുവിച്ച് ആമേൻ അവൻ കേട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം അവനോട് കൂടെ ഇരുന്ന കർത്താവ് ഇന്ന് രാത്രി വാഗ്ദത്തം കേട്ട് പ്രത്യാശയോടെ ചുവട് വെക്കുന്ന അഭിഷക്തനെ, സഹോദര സഹോദരി, കൂടപ്പറപ്പേ, മാതാവേ, നീ കേട്ട വാഗ്ദത്തം അതെ നിറവേറുവാൻ സമയമാഗതമായി. എന്നാൽ ഹല്ലേലൂയ അതെ നിന്നെ ദൈവം പരിശോധിക്കുന്നു.
ദൈവം നിന്നെ പരീക്ഷിക്കുന്നു. ആമേൻ, നീ ദൈവത്തെക്കാൾ ഉപരി മറ്റേതെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിന്നെ ശോധന ചെയ്യും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം പരിശോധന അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചില പരിശോധനകളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടതായി വരും. ഹല്ലേലൂയ. ആമേൻ. ദൈവവുമായി വിശ്വാസത്തിൽ നല്ല ബന്ധത്തിലായിരിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. എന്താണ് നാം ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ആമേൻ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, പാപം നിമിത്തം രോഗം ആമേൻ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആമേൻ നീ കഴിക്കുന്ന മരുന്ന് കൊണ്ടോ നീ കണ്ടെത്തിയ വൈദ്യന്മാരെ കൊണ്ടോ നിനക്ക് സ്വസ്ഥതയും സമാധാനവും അനുഭവിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിമിത്തം നീ നീതീകരിക്കപ്പെടേണ്ടതിന് ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്താൽ നീ നീതീകരിക്കപ്പെടും. നീ നീതിമാനാകും. പ്രൈസ് ദി ലോർഡ്. നീ നീതിമാനായതിനു ശേഷം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥന നിമിത്തം രോഗം സൗഖ്യമാകുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഹല്ലേലൂയ ഇടയായിത്തീരുമെന്നുള്ള സന്ദേശം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഉലകത്തിൽ അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. കാരണം നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് അടുത്ത് വരാതിരിക്കണമെങ്കിൽ നാം വിശ്വാസത്തോടെ കാൽച്ചുവടുകളെ വെച്ച് പ്രത്യാശയോടെ നാം ജീവിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. അപ്രകാരം നീതീകരിക്കപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ പൊറുമയിൽ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ. ഹല്ലേലൂയ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ലോകത്തിൽ അനേകരെന്ത് ചെയ്യാണ്? ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന ദൈവമക്കളെ നമുക്കൊരു പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. നിങ്ങളിൽ ആരും രോഗം പേറി കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകർച്ചവ്യാധി മൂലം തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നീതിയോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഉത്തരം അരുളുവാൻ ദൈവം ശക്തനാണെന്നുള്ള സന്ദേശം ദൈവസഭയ്ക്കകത്തായിരിക്കുന്നവരോട് അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബിലൂടെ ആത്മാവ് നിയോഗത്തോടെ വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് തങ്ങളെ തന്നെ രക്തം കൊണ്ട് കഴുകി, തങ്ങളെ തന്നെ വചനം കൊണ്ട് കഴുകി നീതിയോടെ നിലവിളിക്കുന്നവർ സൗഖ്യമാകുമെന്നുള്ള വചനം കേട്ട് അനേകര് വിടുവിക്കപ്പെട്ട ചരിത്രം തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നും ജീവന്റെ സാക്ഷ്യമായി അനേകര് നമുക്ക് ചുറ്റുമുണ്ട്. അതിലൊരാളാണ് ഞാനും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ. നാം ദൈവഹിതം എന്ത് ചെയ്യണം? അറിയണം. ഹല്ലേലൂയ. ദൈവവചനം പ്രമാണിച്ചും അനുസരണയോടെ ജീവിക്കുകയും ചെയ്യുമെങ്കിൽ നിശ്ചയമായും ഈ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സകലതും അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന്
രാത്രി എന്നോട് ചേർന്ന് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമേൻ, ദുഷ്ടനോട് ദൈവം എന്ത് ചെയ്യാണ്? അകന്നിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത്തിൽ ഇരിക്കുന്ന, വേദനയിൽ ഇരിക്കുന്ന നിന്നോട് ദൈവം അകന്നു പോകുന്നെങ്കിൽ എവിടെയോ ചില ക്രമക്കേടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, യഹോവ ആരോട് അകന്നിരിക്കുന്നത്? ദുഷ്ടനോടാണ്. ഹല്ലേലൂയ. എന്നാൽ നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതെ നിന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവം, ഹല്ലേലൂയ, ആമേൻ, നിന്റെ പ്രാർത്ഥനയിലൂടെ ദേശത്ത് അതെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറിച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം. ഹല്ലേലൂയ. ആമോസിന്റെ മകനായ യെശയ്യാവ് ആമേൻ പറയുകയാണ്, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണെന്ത് ചെയ്യും? മറച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ എന്ത് ചെയ്യില്ല? കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാരണം എന്താ? കൊല ചെയ്യരുതെന്ന് വചനമുള്ളപ്പോൾ കൊല ചെയ്തിട്ടും പ്രാർത്ഥിക്കുന്നവരുണ്ട്. മോഷ്ടിക്കരുതെന്ന് വചനമുള്ളപ്പോൾ മോഷ്ടിച്ചിട്ടും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആമേൻ. ക്രമക്കേട് കാണിക്കരുതെന്ന് വചനമുള്ളപ്പോൾ ക്രമക്കേട് കാണിച്ചിട്ടും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിയമം ലംഘിച്ച് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒന്നും പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് കൊണ്ടോ, ഒച്ച കൂട്ടി പ്രാർത്ഥിച്ചത് കൊണ്ടോ, തെരുവിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ, 4 പേർ കാണെ കേൾക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ആമേൻ ദൈവം പ്രവർത്തിക്കത്തില്ല. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ക്രമക്കേടുകൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ആമേൻ അത് ക്രമീകരിക്കുവാൻ തയ്യാറായി ആമേൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും അതേ നീതിയോട് ഉത്തരമരുളുന്ന ദൈവം അതേ മറുപടി നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്കറിയാം ആമേൻ ഹിസ്കിയ രാജാവ് മരണകരമായ രോഗം പിടിക്കപ്പെട്ട് കൊട്ടാരത്തിൽ ആയിരിക്കുന്ന സമയത്ത് ഇതേ പ്രവാചകൻ യെശയ്യാവ് ദൈവ നിയോഗത്തോടെ കയറി ചെന്ന് പറഞ്ഞു, നീ മരിച്ചു പോകും, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, ആമേൻ, നീ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, ദൂത് കേട്ട് ആമേൻ അറ്റാക്ക് വന്ന് ആമേൻ രാജാവ് തീർന്നെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൂതിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തി ആമേൻ ദൈവ മുഖത്തേക്ക് നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത് മുഖം ചുമരിനോട് നേരെ തിരിച്ച് ആമേൻ യഹൂദന്മാര് ചുമരിനോട് ചേർന്ന് നിന്ന് ആമേൻ അവരുടെ തല മുട്ടി പ്രാർത്ഥിക്കുന്ന ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. അതേ നോക്കണമേ, ഹിസ്കിയാവ് ആമേൻ ചുമരിന് നേരെ മുഖം തിരിച്ച് ആമേൻ ഇന്നലകളിൽ ഞാൻ പ്രവർത്തിച്ചതും നിനക്ക് പ്രസാദകരമായി ജീവിച്ചതും ഓർക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ കരഞ്ഞപ്പോൾ അവന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കാതിരുന്നില്ല. അവന്റെ കണ്ണുനീര് കാണാതിരുന്നില്ല. അവന്റെ പ്രാർത്ഥന ദൈവം ചെവിക്കൊള്ളാതിരുന്നില്ല. അവന്റെ പ്രാർത്ഥനയ്ക്ക് നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്ത് അവന്റെ ആയുസ്സിനെ 15 സംവത്സരവും കൂടെ നീട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്നേഹിതരെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആയുസ്സിന് വിലപേശത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് നിനക്കെതിരെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദുഷ്ടന് അവകാശം പറയുവാൻ ഒന്നും ശേഷിപ്പിക്കാതെ, അവന് അവസരം കൊടുക്കാതെ, ക്രമക്കേടുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് അതൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ പറഞ്ഞാൽ നിശ്ചയമായും ആമേൻ മറഞ്ഞു കിടക്കുന്ന ആമേൻ ക്രമക്കേടുകളെ ദൈവം ചൂണ്ടിക്കാട്ടുമ്പോൾ ദൈവം മുമ്പാകെ അത് മസിൽ പിടിച്ചിരിക്കാതെ ആ ക്രമക്കേടിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി നിന്നിലൂടെ അത് നിന്റെ കുടുംബത്തിലോ നിന്റെ തലമുറയിലോ നിന്റെ ദേശത്തിലും നിന്റെ പ്രിയപ്പെട്ടവരിലോ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. യോഹന്നാന്റെ ആമേൻ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ സമയം ആമേൻ പോകുന്നത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല, നിങ്ങളെടുത്ത് വായിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ
ആമേൻ, അവിടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ അതെ ഫലമുണ്ടാകുകയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വളരെ അതെ ഫലമുണ്ടാകും, വളരെ ശക്തി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, പ്രാർത്ഥന വളരെ ഫലിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ശക്തമായി അതെ നാം വിജയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അല്ലെങ്കിൽ വളരെ അധികം ആമേൻ അതെ ഉയരങ്ങളിലേക്ക് ആമേൻ കയറുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിക്കുന്നവര് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. ഹല്ലേലൂയ. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളുമെന്നും ഹല്ലേലൂയ അത് ലോകത്തിലെ അവന്റെ ഏറ്റവും വലിയ ഒരായുധമാണ് എന്ന് പറയുവാൻ കഴിയത്തക്ക വിധത്തിൽ ആമേൻ അത് വലിയ കാര്യങ്ങളെ നിറവേറ്റി ആമേൻ അതെ അവനെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ആമേൻ നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ അതിരുകൾ വിസ്താരമാകും, നിന്റെ ആത്മീയ അതിരുകൾ വിശാലമാകും, നിന്റെ ഭൗതിക അതിരുകൾ വിശാലമാകും, നിന്റെ ശാരീരികമായ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. ആമേൻ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. അതേ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ആമേൻ ഉയരത്തിൽ അഭിഷേകത്തെ ദൈവം പകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾ കാത്തിരിക്കണം. ആമേൻ. അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ കേട്ട ആ അഭിഷേകം ഉയരത്തിൽ നിന്ന് അവർ കൂടിയിരുന്നിടത്തേക്ക് ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി ആമേൻ ദൈവസന്നിധിയിൽ ദൈവവചനപ്രകാരം തങ്ങളെ തന്നെ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഉയരത്തിൽ അഭിഷേകത്തെ ഇന്നും പകരുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥകൾ മാറുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ സ്ഥിതികൾ മാറുകയാണ്, നിന്റെ അതിരുകൾ വിശാലമാകുകയാണ്, നിന്റെ ബന്ധനങ്ങൾ തകർന്നു വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രമക്കേടുകൾ മാറുകയാണ്. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്നവർ ആമേൻ അതേ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ആമേൻ ചുവടുവെക്കുവാൻ ഇത് ഇടയാകത്തക്ക വിധത്തിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരം ആമേൻ ചലിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കൾ ആമേൻ ദൈവവുമായി ആശയവിനിമയം നടത്തുന്ന ഒരു മാധ്യമമാണ് പ്രാർത്ഥന. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥന മനസ്സിലാക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ആമേൻ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിനെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇടവിടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾ ആമേൻ ഈ വീട്ടിലെ ടേബിൾ ഫാൻ ആയാലും ആമേൻ സീലിംഗ് ഫാൻ ആയാലും നിങ്ങൾ അത് ചലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ മോട്ടർ ആമേൻ അത് കറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ആമേൻ അത് ഇടവിടാതെ 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 ക്രമമായി എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളെ എത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഇതുപോലെ ക്രമമായി നമുക്ക് വേണ്ടി സൂര്യനെ ഉദിപ്പിക്കുന്നത് കൊണ്ടാ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജോലിക്ക് പോകുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതേ ക്രമമായി ആ സൂര്യനെ അസ്തമിപ്പിക്കുന്നത് കൊണ്ടാ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നേ. അങ്ങനെ നിന്നോടുള്ള ബന്ധത്തിൽ ക്രമമായി ചിട്ടയായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തരമായ കാര്യങ്ങളെ നീ തിരിച്ചറിഞ്ഞ് ദൈവം പറഞ്ഞിരിക്കുന്ന മഹത്തരമായ കാര്യങ്ങൾ ചിട്ടയോടുകൂടെ നീ ചെയ്യാൻ തയ്യാറായാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം അത് നിനക്ക് അനുകൂലമായി ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇടവിടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം ആമേൻ വിശപ്പ് ഇല്ലാതായാൽ, ദഹനക്കേടായാൽ എന്തായിരിക്കും അവസ്ഥ? പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ആമേൻ മറപ്പുരയിൽ പോകാൻ പറ്റിയില്ല, 2 ദിവസം പറ്റിയില്ല, 3-ാം ദിവസം പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന്റെ
ജീവിതത്തിൽ റൊട്ടേറ്റായി അനുദിനം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ നമ്മെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി ചിട്ടയായി ചെയ്യുവാൻ തയ്യാറായ ഉയരങ്ങളുടെ പടിവുകൾ ചവിട്ടിക്കയറി താനിരിക്കുന്നിടത്ത് നമ്മയും കൊണ്ട് ഇരുത്തുവാനായി വരുമ്പോൾ നാം തള്ളപ്പെട്ടു പോകാതെ അവനോട് കൂടെ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവർ ഇത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നതിലുപരി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് ശീലിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, മറ്റുള്ളവരെ ആത്മാവിൽ അഭിഷേകത്താൽ മുൾമനയിൽ നിറയ്ക്കുന്നതിനേക്കാൾ ഉപരി താൻ ആത്മാവിൽ നിറയപ്പെടുവാൻ, താൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, താൻ ആത്മാവിൽ ബലപ്പെടുവാൻ തയ്യാറായി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ ഇത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരി പൗലോസ് തന്റെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് ശീലിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരം ശീലമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു എന്ന് ആമേൻ 1-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ താൻ ആത്മനിയോഗത്തോടെ എഴുതി ദൈവസഭയെ പ്രബോധിപ്പിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്നതിനേക്കാൾ ഉപരി നാം ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ നാം സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നാം ബലഹീനമായി ഇരുന്നിട്ട് മറ്റുള്ളവരോട് അത് ചെയ്യാൻ പറയുന്നതിനേക്കാൾ നല്ലത് നാം ബലമേറ്റെടുക്കുന്നതല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയോട് കർത്താവ് പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതിയെന്ന ചില കാര്യങ്ങളിൽ അതെ, മറ്റുള്ളവരുടെ മുമ്പാകെ നീ ലജ്ജിച്ചു പോകാതെ അത് നിമിത്തം ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം തന്റെ കൃപയാൽ തന്റെ മക്കളെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. ചിലർ ചോദിക്കും, എന്തിനാ സഹോദര ഇങ്ങനെ കിടന്ന് തുള്ളി, ഇങ്ങനെ വേർത്ത് കുളിച്ച്, ഇങ്ങനെയൊക്കെ ഒച്ചവും ബഹളവും ഒക്കെ വെച്ച് എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? ഇതൊക്കെ വീട്ടിനകത്ത് ആരും അറിയാതിരുന്ന് ചെയ്താൽ പോരെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ആരും കാണാത്ത വിധത്തിൽ ഇരുട്ടിനകത്തല്ലല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇരുട്ട്, അതായത് കറുപ്പ് കളറല്ലേ ആ പുസ്തകത്തിന്റെ പുറത്തിട്ടിരിക്കുന്നത്, അല്ലെ? അതിന്റെ പുറച്ചട്ടയുടെ കളർ കറുപ്പാ. പിന്നെ ചിലത് മെറൂൺ കളറൊക്കെ ഉണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം ബൈബിളിന്റെയും പുറംചട്ട എന്താണ്? കറുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ആ കറുത്ത പുറംചട്ട ഒന്ന് മറിച്ച് കഴിയുമ്പോൾ, ഒന്ന് ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിനകത്ത് വെളുത്ത പേജുകളാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് കളർഫുൾ ആയ പേപ്പറുകൾ അതിനകത്ത് വെക്കാനത്? പ്രൈസ് ദി ലോർഡ്. ഈ വെളുത്ത പേപ്പറിനകത്ത് എഴുതിയിരിക്കുന്ന ഈ വചനങ്ങൾ ആര് വായിക്കുന്നുവോ അവരുടെ ജീവിതത്തിലുള്ള കറുപ്പുകളെല്ലാം മാറി, അവരുടെ ജീവിതത്തിലുള്ള ക്രമക്കേടുകളെല്ലാം മാറി, അവരെ വിശുദ്ധനാകുന്ന സന്ദേശം അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ അത് വായിക്കുന്തോറും മനുഷ്യന്റെ ജീവിതത്തിലെ കുറവുകൾ ബോധ്യപ്പെട്ട് പരിശുദ്ധാത്മാവ് അത് ബോധ്യപ്പെടുത്തുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവത്തിന്റെ സന്ദേശം അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്തുള്ള ആ വചനങ്ങൾ ഹല്ലേലൂയ ആര് വായിക്കുന്നുവോ, ആര് കേൾക്കുന്നുവോ, ആര് കേൾപ്പിക്കുന്നുവോ അവർ ഒരുപോലെ എന്ത് ചെയ്യാണ്? അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഗ്രന്ഥം ഉലകത്തിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സങ്കീർത്തനം 1 പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ എന്ത് ചെയ്യണം?
ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ. ആമേൻ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം. അപ്പോൾ ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് ആത്മനിയോഗത്തോടെ ആമേൻ അഭിഷക്തന്മാരിലൂടെ എഴുതിയിരിക്കുന്ന വചനങ്ങളെ ആമേൻ ഞങ്ങൾ പ്രസംഗിച്ച് ആമേൻ ദൈവവചനം നിങ്ങൾ കേട്ട് ആമേൻ മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രസംഗിച്ച വചനം ആരെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടോ, ആരെല്ലാം കേട്ടിട്ടുണ്ടോ, അവർ സൗഖ്യമായിട്ടുണ്ട്, അവരുടെ ആയുസ് ദീർഘമായിട്ടുണ്ട്. ആമേൻ. അവരുടേതാകുന്ന ജീവിതത്തിൽ സന്തോഷം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് ഇത് പ്രസംഗിച്ചവർ ആമേൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന്? ഇന്നലെ ഇത് വായിച്ചത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു, ഇത് വായിച്ച് കേൾപ്പിച്ചത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. ഇത് കേട്ടവർ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ വചനം വായിച്ച് ആര് ദൈവത്തെ സ്തുതിക്കുമോ അവിടെ ദൈവശക്തി എന്ത് വ്യാപരിപ്പാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ആമേൻ ഈ സന്ദേശത്തിന്റെ ഒടുവിൽ സമയത്ത് ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാ. ആമേൻ. ചില ആമേൻ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാ. നീതിമാന്മാരുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാ. ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ ജീവിതത്തിൽ എവിടെയെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ, കുറവുകൾ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞിരിക്കുന്നിടത്ത് ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ഈ കൂട്ടായ്മയുടെ ഒടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തുതികളിന്മേൽ വസിക്കുന്ന ആ ദൈവത്തിന്റെ അത്യന്ത വ്യാപാരത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വചനം ഹല്ലേലൂയ ആര് വിശ്വസിക്കുന്നുവോ, ആര് ഉൾക്കൊള്ളുന്നുവോ, ആമേൻ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? യാചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ഓർക്കാം. ആമേൻ നമ്മുടെ മാതാപിതാക്കളെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ അയൽവക്കക്കാരെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമുക്കൊന്ന് ഓർക്കാം. നാം അനുഭവിക്കുന്ന ഈ സന്തോഷം അനുഭവിപ്പാൻ കഴിയാതെ പാപത്തിന്റെ അകത്ത് കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരെ പാപബോധമുള്ളവരാക്കി മാറ്റുവാൻ കഴിയുന്ന വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി അവരിലേക്കൊന്ന് എത്താൻ വേണ്ടി ഇന്ന് രാത്രി ഇതൊന്ന് ഷെയർ ചെയ്യുവാൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ആമേൻ ആ ക്രമം കെട്ടവര് ഇതൊന്ന് കേൾക്കുവാൻ കർത്താവേ ഒന്ന് അവസരം കൊടുക്കണമേ. ആ ലുദിയുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുവാൻ അവരുടെ ഹൃദയം ഒന്ന് തുറക്കപ്പെടണമേ എന്ന് നീ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആ രോഗിയായി കിടക്കുന്നവരെ നീ ഓർത്തുകൊണ്ട്, അതെ അബ്രഹാം അതെ തന്റെ സഹോദര പുത്രനായ ലോത്ത് പാർക്കുന്ന ആ സോദോമിനെ ഓർത്തു. ആമേൻ. ദൂതന്മാർ വന്ന് പറഞ്ഞു, അതെ സോദോമിനെ കത്തിക്കാൻ പോകുകയാ, സോദോമിനെ നശിപ്പിക്കുവാൻ പോകുകയാ. അത് കേട്ട ആമേൻ അതെ അബ്രഹാം ദൈവസന്നിധിയിൽ കയറി ചെന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ സഹോദരന്റെ പുത്രനായ ലോത്ത് അവിടെ ഉണ്ട്. ആമേൻ. അവനെ ഓർത്ത് ആമേൻ കരയുന്ന അബ്രഹാമിനെ ദൈവം ഓർത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ സഹോദരനെ നീ ഓർക്ക്, നിന്റെ കൂടപ്പുറപ്പിനെ നീ ഒന്ന് ഓർത്ത്, അതെ നിന്റെ ക്രമം കെട്ടവരെ ഒന്ന് ഓർത്ത് നീ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ, അതെ നീതിയോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയെ ഓർത്ത് ആ ക്രമം കെട്ട ആ സഹോദരൻ, ആ സഹോദരി, ആ തലമുറ അത് വിടുവിക്കപ്പെടും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ആമേൻ. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്ത്, ഹല്ലേലൂയ, ആമേൻ ആമേൻ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നും എങ്ങനെയാണ് യാഗം കഴിക്കേണ്ടതെന്നൊക്കെ കുറച്ചൊക്കെ അബ്രഹാമിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.
പക്ഷേ ആമേൻ അബ്രഹാമിനെ പോലെ ദൈവത്തെ പിൻപറ്റുവാൻ അനുവദിക്കാതെ അവനെ നാശത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോയ ആമേൻ അവൻ്റെ ആ ഇരുളടഞ്ഞ ജീവിതത്തിൽ അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളുമായി നീരോട്ടമുള്ള പ്രദേശത്തേക്ക് പോയി വാസ്തവമാ. പക്ഷേ അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ഇരുളിൻ്റെ വ്യാപാരത്തിനകത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നുവെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പാപത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇന്നലകളിൽ ആമേൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിമിത്തം നിന്നെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി സഹോദരി സഹോദര കൂടപ്പറപ്പെ അഭിഷക്തനെ നിന്റെ ഇടവിടാതെയുള്ള പ്രാർത്ഥന നിമിത്തം ചിലരെ ക്രമക്കേടിൽ നിന്ന് ആ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്ങാൻ മടക്കുവാൻ തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആമേൻ സർവ്വ കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, കൂടപ്പറപ്പിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ സമർപ്പിക്കുക. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-18 കൊലോസ്യ ലേഖനം ആമേൻ അതെ 1:3 ആമേൻ 2 തിമോഥെയോസ് 1:3 ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയും അതേ പദവിയും ഹല്ലേലൂയ എന്താകുന്നു എന്നാണ്. അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ വ്യക്തമായി ആമേൻ അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. അതിനാൽ താൻ ഏത് പ്രവൃത്തികൾ ഏർപ്പെട്ടാലും ആമേൻ തൻ്റെ ഹൃദയം ദൈവത്തോടുള്ള ബന്ധത്തിൽ താൻ സൂക്ഷിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആത്മാവുള്ള ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവമക്കൾ തങ്ങളെ തന്നെ എന്ത് ചെയ്യണം? അതെ, സൂക്ഷിക്കണം. ഹല്ലേലൂയ. തങ്ങളുടെ ഹൃദയം ഹല്ലേലൂയ ദൈവത്തോടുള്ള ബന്ധത്തിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒരാൾ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എല്ലായ്പ്പോഴും ഒരു പ്രാർത്ഥന രൂപീകരിക്കുവാനോ കേൾക്കുവാനോ ആമേൻ അതെ ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധം നിർത്തുവാനോ കഴിയുന്ന വിധത്തിൽ ഹല്ലേലൂയ ആമേൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാനോ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ അതരം തുറന്ന് ഉച്ചത്തിൽ സംസാരിച്ചില്ലെങ്കിലും ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 4 പേർക്ക് കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് പ്രാർത്ഥനയെന്ന് തെറ്റിദ്ധരിക്കരുത്. ആമേൻ. അതെ, മറ്റുള്ളവർ കേൾക്കാതെ മൗനമായി ദൈവസന്നിധിയിൽ അതെ കരഞ്ഞ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയി ആമേൻ ഹന്ന ദേവാലയത്തിൽ ചെന്ന് ഇവനായിട്ട് അത്രേ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ രാത്രിയുടെ യാമങ്ങളിൽ അവലോല കണ്ണുനീരൊഴുക്കി ആമേൻ ആരും കേൾക്കാത്ത നിലയിൽ ദൈവസന്നിധിയിൽ കരയുന്ന സഹോദര സഹോദരി, അതിന് മറുപടിയുമായി നീ ദൈവം മുമ്പാകെ മഹത്വം കൊടുക്കുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി ആമേൻ കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, കരയുന്ന സഹോദരി, നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ ഒപ്പിയെടുത്ത് അതേ മറുപടി നൽകുന്ന ആ നല്ല നാഥന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എന്ത് ചെയ്യില്ലായിരുന്നു? കേൾക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രാരംഭ തിരുവെഴുത്ത് ഹല്ലേലൂയ പ്രാർത്ഥനയെക്കുറിച്ച് ഹല്ലേലൂയ അതായത് പരസ്പരമുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഹല്ലേലൂയ അതെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമുക്ക് ആമേൻ അറിവ് പകർന്നു തരികയായിരുന്നു. ആമേൻ. 2 പേർ തമ്മിൽ പിണങ്ങിയിരിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, ക്രമം കെട്ട് നടക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യത്തില്ല? സ്വീകരിക്കത്തില്ല. ദുഷ്ടന്മാരോട് ദൈവം അകന്നിരിക്കുന്നു, പാപിയോട് ദൈവം അകന്നിരിക്കുന്നു, പരിഹാസിയോട് ദൈവം അകന്നിരിക്കുന്നു. എന്നാൽ നീതിമാന്മാരോടോ അവൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീതിമാനായി കഷ്ടം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലാ നീ എങ്കിൽ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി ഇറങ്ങി വരുന്നവനാണ്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
നാം പരസ്പരം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി സംഭവിക്കുന്നുവെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. എവിടെയെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആമേൻ പിണക്കമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആമേൻ കയ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതെല്ലാം ഒന്ന് ക്രമീകരിക്കവണ്ണം ഹല്ലേലൂയ ദൈവം മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ ആമേൻ. ആരും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആമേൻ. നിന്നെ മനസ്സിലാക്കാൻ ആരും അടുത്തില്ല. ആമേൻ. നീ ഇരിക്കുന്ന റൂമിനകത്തിരുന്ന്, ആമേൻ, നീ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന സമയത്ത് ഇന്നിന്ന ക്രമക്കേടുകൾ സംഭവിച്ചു പോയി, അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആമേൻ ഒരു നിമിഷം ശാന്തമായി ദൈവത്തോട് പറഞ്ഞ് ഒന്ന് അനുദപിച്ചിട്ട് ആമേൻ നീ നിന്റെ കൂടപ്പിറപ്പിനെ ഒന്ന് ഓർക്ക്, നിന്റെ മാതാവിനെ ഒന്ന് ഓർക്ക്, നിന്റെ പിതാവിനെ ഒന്ന് ഓർക്ക്, നിന്റെ സഹോദരങ്ങളെ ഒന്ന് ഓർക്ക്. ആമേൻ. ഓർത്ത് നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗ്ഗം ഇറങ്ങി വരുന്നത് നീ കാണാൻ പോകുകയാ, നീ അനുഭവിക്കുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, ഹല്ലേലൂയ, 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, മാതാവേ, പിതാവേ, 4 പേര് ആമേൻ ഒരു മനപ്പെട്ടപ്പോൾ ഒരു പക്ഷപാതക്കാരനോട് ദൈവം ക്ഷമിച്ചെങ്കിൽ ഇന്ന് രാത്രി ആമേൻ 2 പേർ ഒരുമിക്കുന്നെടുത്ത് ഒരു രോഗി സൗഖ്യമാകുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഒരു മനപ്പെടാൻ തയ്യാറാകുക. 120 പേര് ആമേൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചെടുത്ത് ആത്മാവ് ഇറങ്ങിയെങ്കിൽ, ദൈവസഭയുടെ ആമേൻ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ, ഹല്ലേലൂയ, അതിലൊരുവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ, പ്രസംഗിച്ചവന്റെ നിഴൽ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രി ഭാര്യയും ഭർത്താവും ഒരുമനപ്പെട്ട് അതേ ക്രമക്കേടുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ തലമുറയുടെ മേൽ ആത്മാവ് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ക്രമം കെട്ട തലമുറ അതേ നേരായ പാതയിലേക്ക് തിരിയുവാൻ ഇടയാകും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളാ തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്രയോ മാതാക്കളാ തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്രയോ ഭർത്താക്കന്മാരാ തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്രയോ ഭാര്യമാരാ തകർന്നുകൊണ്ടിരിക്കുന്നത്. നാളെയുടെ വാഗ്ദാനങ്ങളായ തലമുറ അതെ ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പേ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നവരുണ്ടോ എന്ന് ഇന്ന് രാത്രി സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ആമേൻ. ഇവൻ ഇങ്ങനെ ദൈവ ദൂഷണം പറയുന്നത് എന്ത്? ഹല്ലേലൂയ. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ഒരു പണിയുമില്ല, തൊണ്ട കീറി ഈ ആമേൻ ഡാറ്റയും ചെലവാക്കി ആമേൻ ഈ പാതിരാത്രി ഇങ്ങനെയൊക്കെ ഒരു പണിയില്ലേ? ഇവിടെ ഡോക്ടർമാരും ആമേൻ അതേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും പോലീസ് ഉദ്യോഗസ്ഥരും ഗവൺമെന്റും മന്ത്രിതലം തൊട്ട് ഇങ്ങ് താഴെയുള്ളവർ വരെ കണിഞ്ഞു പരിശ്രമിച്ചിട്ടും ആമേൻ രോഗത്തിന് യാതൊരു ശമനവും വരുത്തുവാൻ കഴിയാതെ ജനം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാ ഇന്ന് രാത്രി ഇങ്ങേരുടെ ഒരു പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചില ശാസ്ത്രിമാരിരുന്ന് ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ എന്ത് ചെയ്തു? ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? ആമേൻ. എന്നിട്ട് പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക
എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലർ കാണത്തക്ക വിധത്തിൽ നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ അതരത്തിലൂടെ വെളിയിൽ വരുന്ന വാക്കിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയമാ. ഇന്ന് രാത്രി നീ ഒന്ന് ഉണരുവാൻ അതെ നീ തയ്യാറാണെങ്കിൽ അതെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിനക്ക് നൽകുന്നുവെന്ന് പറഞ്ഞ മാത്രയിൽ അവന്റെ നരയാണി ഉറച്ച് തുള്ളിച്ചാടി ആലയത്തിൽ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയുടെ ഇടയിൽ ആമേൻ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നിയോഗം ദൈവം തരുന്നു. ഓ റികബദ ശബ്ദരഗനഗ സിയാറബലവ ശമനഗദരഗനഗസി ഓ റികൽഖന സിയാറബന വൈഠമനഗസി ഓ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഐസിയുയിൽ കിടക്കുന്ന ചില രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ in the name of Jesus അവിടുന്ന് നൽകിയ ആത്മനിയോഗത്തോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചില രോഗികളുടെ മേൽ അടിപ്പിടരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പാപങ്ങളെയും തെളുകളെയും ശത്രുവിന്റെ സകല ഫലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ ആ നസ്രനായ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആ അധികാരിതയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ദാസൻ എന്ന നിലയിൽ ഇന്ന് രാത്രി കൂട്ടായ്മയ്ക്കകത്ത് പങ്കാളിത്തം വഹിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേൽ, അവരുടെ കൂടപ്പുറപ്പിന്മേൽ, അവരുടെ സഹോദരിയുടെ മേൽ, സഹോദരങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ യേശുവിൻ നാമത്തിലുള്ള സൗഖ്യം ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. The name of Jesus. ഓ വരും ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ അങ്ങയുടെ നാമ മഹത്വത്തിനു വേണ്ടി അതെ ആളുകൾ കാണുകേ, ദേശം കാണുകേ, ആമേൻ അതെ എൻ്റെ യേശു ജീവിക്കുന്നുവെന്ന് സാക്ഷ്യം പ്രസ്താവിപ്പാനിടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. ആമേൻ അതെ ചില ആമേൻ രോഗികൾ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. ആമേൻ ഇന്ന് രാത്രി അതെ ഐസിയുയിൽ കിടക്കുന്ന ആ സഹോദരികൾ യേശുവിൻ നാമത്തിൽ അതെ സൗഖ്യമായി വെളിയിൽ വരട്ടെ. In the name of Jesus. Touch the Holy Spirit. In the name of Jesus. Hallelujah. എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി കൂട്ടായ്മയുടെ നടുവിൽ ആമേൻ അതെ മൈലുകൾക്കപ്പുറത്ത് ആമേൻ ചില വിടുതലുകൾ നടന്നിട്ടുണ്ട്. അടുത്ത ദിവസം അത് സാക്ഷ്യം കേൾക്കാൻ പോകുകയാണ്. ആമേൻ ചില ആമേൻ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം വീണിട്ടുണ്ട്. അതെ രോഗസൗഖ്യം വീണിട്ടുണ്ട്, രോഗസൗഖ്യം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കിടക്ക വിട്ട് ചിലർ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ദൈവാത്മാവിനെ കാണിക്കുന്നു. ആമേൻ അതെ ആമേൻ കിടക്കയിൽ നിന്ന് ആമേൻ എഴുന്നേൽക്കുവാൻ കഴിയാതെ 6 മാസത്തിലധികമായി കിടക്കുന്ന ആമേൻ അതെ നട്ടല് വേദനയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ യേശു തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ, യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. ഹല്ലേലൂയ. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. ആമേൻ. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. അതേ സഹോദര, ആമേൻ നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട് വിസ്മയിക്കാൻ പോകുകയാ. അതെ ആമേൻ ഹല്ലേലൂയ. ഒരു ആക്സിഡന്റിൽ തകർന്നു കിടക്കുന്ന മുട്ടിന് താപ്പോട്ട് ആമേൻ അതെ മാസങ്ങളായി ആമേൻ ഏതാണ്ട് 1.5 വർഷത്തോളമായി അതെ മുട്ടിന് താഴ്പോട്ട് ആമേൻ വേദനയാൽ ഭാരപ്പെടുന്ന ആമേൻ ഒരു സഹോദരൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുകയാ. നീ എഴുന്നേറ്റ് നടക്കുന്നത് ചിലര് കണ്ട് വിസ്മയിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ആക്സിഡന്റിൽ മുട്ടിന് താപ്പോട്ട് പരിക്ക് പറ്റി ആമേൻ കിടക്കയിലായിരിക്കുന്ന വ്യക്തിയെ യേശു തൊടുന്നു. രാത്രി ഓ
അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയാ. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് പങ്കാളിത്തം വഹിക്കുന്ന ചിലരുടെ അറിവിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന, മുട്ടിന് താപ്പോട്ട് ആമേൻ ചലിപ്പാൻ കഴിയാതെ ആമേൻ ഭാരത്തോടായിരിക്കുന്ന, ആമേൻ അത് എഴുന്നേറ്റ് ജോലി ചെയ്യുവാൻ പറ്റാതെ കിടക്കയിലായിരിക്കുന്ന വ്യക്തിയെ യേശു രാത്രി തൊടുന്നു. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാൽ ക്ഷമിക്കാത്തത് ആമേൻ നമ്മുടെ രോഗശാന്തിയെ തടസ്സപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്ഷമിക്കാത്ത അവസ്ഥ രോഗശാന്തിയെ തടസ്സപ്പെടുത്തുന്നു. അതേ സഹോദര സഹോദരി, നിന്റെ രോഗം മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല, ഉപവസിച്ചിട്ടും മാറുന്നില്ല. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നിന്റെ പാപത്തെ ആമേൻ ക്ഷമിക്കപ്പെടാത്തത് കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ക്ഷമിക്കാൻ തയ്യാറാ, പക്ഷെ നീ ക്ഷമിക്കാൻ തയ്യാറല്ല. ആരോടാ? നിന്റെ ആമേൻ മുമ്പിൽ നിൽക്കുന്നവരോട്, ആമേൻ നിന്റെ പ്രിയപ്പെട്ടവരോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സൗഖ്യം അത് വ്യാപരിക്കുന്നില്ല. സഹോദര, ഇന്ന് രാത്രി നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കുക, നിന്റെ കൂടപ്പറപ്പിനോട് നീ ക്ഷമിക്കുക. യേശുവിൻ നാമത്തിലുള്ള വിടുതൽ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടു വരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ പ്രാർത്ഥനയിൽ ആമേൻ ഊർജ്ജം, ഹല്ലേലൂയ, ആമേൻ വളരെയധികം, ഹല്ലേലൂയ, അതെ നമ്മൾ ഹല്ലേലൂയ ആത്മശക്തിയോടെ ആത്മബലത്തോടെ അതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ആമേൻ നാം ചൊലുത്തുന്ന ആ ഊർജം, ഹല്ലേലൂയ, ആ എനർജി, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അതെ സ്ഥിര ഉത്സാഹത്തിന്റെ അളവ് നമ്മുടെ ആമേൻ ജീവിതത്തിൽ, ഹല്ലേലൂയ, മടുപ്പുളവാക്കാതെ ഉത്സാഹത്തോടെ പ്രാർത്ഥനയിൽ നിരന്തരം ദൈവസന്നിധി ചെലവഴിക്കുമ്പോൾ ആമേൻ അതിമഹത്തായ പ്രതിഫലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അമ്മേ, അതെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം, ഹല്ലേലൂയ, ആമേൻ, അതിന്റെ 1-ാം വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിന് ഒരു ഉപമ യേശു ആമേൻ തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയം, അതെ നമ്മുടെ മനസ്സ് ശക്തി, ഹല്ലേലൂയ, അതെ ദൃഢ നിശ്ചയം, ഹല്ലേലൂയ ഉള്ളതായി. ഹല്ലേലൂയ. അതെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൃഢ നിശ്ചയത്തോടുകൂടെ ആ മനസ്സുറപ്പിച്ച്, ഹല്ലേലൂയ, ആമേൻ, ഹൃദയം ഏകാഗ്രതമാക്കി ആമേൻ നാം പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ടോ? നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? പരിഹരിക്കാൻ നോക്കും തോറും വഷളായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിമിത്തം നിങ്ങൾ ഉരുകി ഇല്ലാതാകുകയാണോ? എന്നാൽ ഇന്ന് രാത്രി ആരും അറിയാതെ എല്ലാവരും കടന്നുറങ്ങുമ്പോൾ ആമേൻ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് ആമേൻ നിന്റെ സങ്കടങ്ങൾ പറയുവാൻ തയ്യാറാകുക. നീ അത് ശീലിക്കുക. കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും നിന്റെ സങ്കടം ബോധിപ്പിച്ച് കരയാൻ തയ്യാറാകുക. തിരുവചനത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ആമേൻ ബോധ്യപ്പെട്ടപ്പോൾ താൻ പതിവ് ചെയ്തു വരുന്നത് പോലെ യെരൂശലേമിന്റെ നേരെ കിളിവാതിലുകൾ തുറന്നിട്ട് ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. അവന്റെ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം തന്നെ മറുപടി വന്നെങ്കിലും പാഴ്സി പ്രഭു അതിനെ തടഞ്ഞു. എങ്കിലും അവൻ പ്രാർത്ഥന നിർത്തിയില്ല. സ്വർഗത്തിലെ ദൈവം ആമേൻ അവന് വേണ്ടി അനുകൂലമായി ചലിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥന മനുഷ്യനായ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ആമേൻ ഇട്ടിട്ട് അവന്റെ അന്ത്യം കാണാൻ നോക്കി നിന്നവരുടെ മുമ്പിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ഇത്ര വലിയ അനർത്ഥത്തിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ വിടുവിച്ചുവോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അനർത്ഥങ്ങൾക്കകപ്പെട്ട് അതെ നീ തകർന്നത് കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ നീതിയുടെ ഉത്തരം അരുളുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആവശ്യമായ ഉത്തരങ്ങൾ നൽകുവാൻ ദൈവം ശക്തനാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും എത്രയോ മരണങ്ങൾ, എത്രയോ നഷ്ടങ്ങൾ, എത്രയോ ആമേൻ നിരാശകൾ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. രണ്ടുപേർ ആമേൻ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദീനക്കാരന് എന്ത് ചെയ്യും? സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ, ചില വിടുതലുകൾ നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ശബ്ദത്തിലൂടെ, നിന്റെ അതരത്തിൽ നിന്ന് വെളിവരുന്ന വാക്കുകളിലൂടെ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ. അവിടുന്ന് നീതിയോട് ഉത്തരമരുളുന്ന ദൈവമാണെന്ന് അവിടുത്തെ വചനത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്നു. ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ വിജയം കൈവരിപ്പാൻ ഒരു പ്രാർത്ഥന മനുഷ്യന് കഴിയുമെന്നുള്ള സന്ദേശം ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ ആധികാരികമായി ആമേൻ അഭിഷക്തന്മാരിൽ എഴുതിയ വചനം അതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്നപ്പ. ഇന്ന് രാത്രി ആവശ്യഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആമേൻ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണല്ലോ. ഇന്ന് രാത്രി കർത്താവെ മടുപ്പില്ലാതെ ഹല്ലേലൂയ ഉത്സാഹത്തോടെ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ഇന്ന് രാത്രി ആമേൻ ഞങ്ങളെ അവിടുന്ന് ഉണർത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകട്ടെ, ചില പാപികൾ മനം തിരിയട്ടെ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എങ്ങനെ ഫലപ്രദമായ ഒരു പ്രാർത്ഥന നയിപ്പാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ ആത്മാവ് ഞങ്ങളെ ആമേൻ പഠിപ്പിച്ചതിനായി, ബോധ്യപ്പെടുത്തിയതിനായി നന്ദി പറയുന്ന കർത്താവെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ വേദനയിൽ, ഞങ്ങളുടെ കഷ്ടതയിൽ, ഞങ്ങളുടെ നിരാശയിൽ ഞങ്ങൾ തളർന്നു പോകാതെ ആമേൻ ഇടിവിൽ നിന്ന് കരയുവാൻ, പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയാട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ചില വ്യക്തികളെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. ചില പാപികളെ ആമേൻ നേർവഴിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുന്നു. വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്ക് ആമേൻ ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആമേൻ ഉണ്ടെങ്കിൽ ആമേൻ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. സ്നേഹതീരം പ്രയർ ഫാമിലി, ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്കൊരുമിച്ച് ഈ കൂട്ടായ്മയിൽ കണ്ടുമുട്ടും വരെ ദൈവം നമ്മളെ അവിടെവിടങ്ങളായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.